ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PKRയും പൊതുജനങ്ങളും കൂടെ ചേർന്ന് ഒരു ധർണയ്ക്ക് പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അനധികൃതമായി കെട്ടിയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്നൊരാവശ്യമായാണ് പോകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാൻ പോവാം. എല്ലാവരും വായുവിനോടൊപ്പം പോയി വരാം. നമുക്ക് അധ്യക്ഷനായിട്ട് കരിപ്പുംകോണം ദേവീക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹി ഈ BJP കരിയത്തെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ കൂട്ടായ്മ ഈ നാടിൻ്റെ വികസനത്തിന് എതിരായി നിന്നുകൊണ്ട് അനധികൃത നിർമ്മാണത്തിലൂടെ കൈക്കൂലി നൽകി ഈ അനധികൃത നിർമ്മാണം നടത്തിയ കോർപ്പറേഷൻ ജീവനക്കാർ അധികൃതർക്കെതിരെയും ഈ ജനകീയ കൂട്ടായ്മ ഒരു സൂചന മാത്രമാണ്. ഈ കൂട്ടായ്മയുടെ അധ്യക്ഷനായിട്ട് കരിപ്പുംകോണം ദേവീക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹി ശ്രീ BJP കരിയത്തിൻ്റെ പ്രധാന റോഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു കരിപ്പുംകോണം ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി പ്രകാരം ഈ റോഡ് അളന്ന് അതിനൊരു കുറ്റി അടിച്ചിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊരു വികസനം നടന്നിട്ടില്ല അവിടെ. പക്ഷേ ഒരു 10 വർഷത്തിന് മുമ്പ് ഈ റോഡ് മതിലിടുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് കെട്ടാൻ തടുക്കുകയും പക്ഷേ അതിൽ ഒരു ഉന്നത ഇടപെടൽ നടത്തി രണ്ടാമത് അത് വെച്ച് കെട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവർ സാധാരണ ഒരു സ്ഥലത്തൊരു പൊതു സ്ഥലമാണ്, അത് അതിൻ്റെ ഭാഗമായിട്ടൊരു പുനർനിർമ്മാണം വരുമ്പോൾ അത് മാറ്റി 1 മീറ്ററെങ്കിലും മാറ്റി വെച്ച് ചെയ്യണമെന്നാണ്. അത് ഈ കോർപ്പറേഷൻ സാങ്ഷൻ മാറ്റി വെക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് അത് ആ പ്ലാൻ അംഗീകരിക്കുന്ന മുമ്പേ നമുക്ക് പരാതികൾ കൊണ്ട് ചെയ്യാം. പക്ഷേ ഇത് അകത്തുനിന്ന് അവർ വെച്ച് കെട്ടി അത് മണ്ണിൽ ലോഡ് ചെയ്ത് നമുക്കിനി ഭാവിയിലേക്ക് ഒരു വികസനം നടത്താത്ത രീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് ഉടമകൾ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ വിഷയങ്ങളുണ്ട്. നമുക്ക് ആരുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തണമെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ പക്ഷേ ഈ നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കല്ലപ്പള്ളി അസോസിയേഷൻ ഇതിനകത്തൊരു വൻ ഇടപെടൽ നടത്തി അവർ എല്ലാ രീതിയിലും ഇതിൻ്റെ ആവശ്യകതയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സമീപിക്കുകയും പക്ഷെ അവർ ഒരു സാമാന്യമായ ഒരു വീതി കൂട്ടൽ ഇതിനകത്ത് ആവശ്യമാണ്. അതിനകത്ത് മുന്നെടുത്തിരിക്കുന്ന കല്ലപ്പള്ളി അസോസിയേഷൻ്റെ ഭാരവാഹികളെല്ലാം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതുകൂടാതെ ഇന്ന് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ അഭിവാദ്യം അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരിക്കുന്നത് അറിയിച്ചു. ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സാമൂഹിക പ്രവർത്തകർ കരിപ്പുംകോണം റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് പൊതുജനങ്ങളും സഞ്ചരിക്കുന്ന ഈ റോഡ് ഒരു വ്യക്തി അയാളുടെ നിയമം തരുന്ന പരിരക്ഷയാണ്. നമ്മളിതിനെ ചേർത്തേ പറ്റും. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ഈ വഴി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി കൂട്ടായ്മയോടുകൂടി നിൽക്കണമെന്നും മുന്നോട്ടും ഇനി നമ്മൾ യാത്ര ഇതിലേക്ക് വേണ്ടി ഇതിൻ്റെ പുറകെ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യണമെന്നും ഇതിൻ്റെ പിന്നിൽ എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അടിയുറച്ച് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാട്ടിലെ അതിപുരാതനമായ കരിപ്പുംകോണം ദേവീക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാന വഴിയാണ് ഈ തരത്തിൽ ഒരു പരാതി കൊടുത്തിട്ട് നടപടിയില്ലാതെ കിടക്കുന്നത്. മുൻകാലത്ത് നമുക്കറിയാം ബസ് സർവീസ് പോലും ഉണ്ടായിരുന്ന ഒരു റോഡാണ്. ഭാവിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയോടുകൂടി തന്നെ ഈ റോഡും ആ തരത്തിൽ വിപുലീകരിക്കേണ്ട സാധ്യത ഉള്ള ഒരു റോഡാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു റോഡിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾ അഴിമതിയിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം, നമ്മുടെ ഉള്ളൂർ കേശവാശ്വരത്ത് നിന്ന് ഉള്ളൂരിലേക്ക് വരുന്ന ഒരു ചെറിയ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകട അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായും കഴിഞ്ഞ 2 ദിവസം പൂരിപ്പിച്ചു.
ഒരു പാവപ്പെട്ടവൻ അവൻ്റെ കുടുംബം ജീവിക്കുന്ന ഒരു തട്ടുകട പൂർണ്ണമായും അവിടെ നിന്ന് അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ആ പാവപ്പെട്ടവന് കച്ചവടം നടത്താൻ സാധിക്കും. അത്ര കൃത്യനിഷ്ഠതയോട് പ്രവർത്തിക്കുന്ന നഗരസഭാ അധികാരികൾ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു പ്രധാന മേഖല എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. എല്ലാവിധ പിന്തുണയും ഭാഗങ്ങളും നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്രീ ജ്യോതിഷ് ബി.ജെ.പിയുടെ കൂട്ടായ്മ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. കാര്യം ഈ കോർപ്പറേഷൻ്റെ കൗൺസിലറും അതിനൊപ്പം ഈ കോർപ്പറേഷനും വിചാരിച്ചാൽ ഇവിടെ എന്ത് അഴിമതി നടക്കും, ഏത് നിയമലംഘനവും നടക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പുറയിൽ കാണുന്ന കെട്ടിടം ഇവിടെ ഉയർന്നിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അല്ലെങ്കിൽ അനുമതി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന് അനുമതി വാങ്ങിക്കുകയും ഭാവിയിൽ ഈ റോഡിനുണ്ടാവുന്ന വികസനത്തെ തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇതിലൂടെ കൗൺസിലറും ഈ പാർട്ടി അയൽപ്പള്ളിക്കകത്തുള്ള റോഡുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരവും ഇത്രയും മോശമായ ഒരു വാർഡിനെ ഈ തരത്തിൽ ഇത്ര മോശമാക്കി അല്ലെങ്കിൽ ജനങ്ങളെ എത്രത്തോളം ഈ കെട്ടിടത്തിന്റെയും അവസ്ഥ അത് തന്നെയായിട്ട് നമുക്ക് കൂട്ടണം. കാരണം ഒരിക്കലും നമ്മളുടെ ഈ ജനപ്രതിനിധിയുടെ പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ നഗരസഭയുടെ അഴിമതി നടന്ന ഈ അഴിമതിയിലൂടെ പോകുന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഇല്ലാതെ ഈ കെട്ടിടം പണിയാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ എന്നിട്ടും അതായത് ഈ പറയുന്ന ഇത്രയും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഒരു കെട്ടിടം ഉയർത്തിക്കൊണ്ടുവരാനും ഭാവിയിലെ വികസന പദ്ധതികളെ തടസ്സപ്പെടുത്താനും ഇത്രയും ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കിത് ചിന്തിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ കൗൺസിലറും അല്ലെങ്കിൽ ഈ ജനപ്രതിനിധിയും ഈ പറഞ്ഞ കെട്ടിടത്തിന്റെ ഉടമസ്ഥനും എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ശക്തമായിട്ട് പ്രതിരോധിക്കുകയും അതിനൊപ്പം ഇത്രയും ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നിങ്ങൾക്ക്. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നമ്മളിവിടെ പോയി നോക്കിയാൽ അറിയാം. നമ്മളൊക്കെ ഒരു ബിൽഡിങ്ങിന്റെ പെർമിഷൻ വാങ്ങണമെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ റോഡിൽ നിന്നും 3 മീറ്റർ അകത്തേക്ക് മാറ്റി മാത്രമേ ബിൽഡിംഗ് കെട്ടാവൂ എന്നാണ്. അതുമായി ചേർന്നുകൊണ്ട് നമ്മളൊരു പടിയോ സ്റ്റെപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പൊളിച്ചു മാറ്റുന്നതിന്റെ കോർപ്പറേഷൻ ദ്രുതഗതിയിൽ ഇവിടെ എത്തിച്ചേരും. പക്ഷേ ഇത് പല കാലങ്ങളായി നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലും ഇവർ നേരിട്ടുമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാം. അവർ റാമ്പ് കെട്ടിയിട്ടുണ്ട് ഈ റോഡിനോട് ചേർന്നുകൊണ്ട് റോഡിൽ നിന്ന് ഒരു അല്പം പോലും വിട്ട് മാറ്റാതെ മതിലിനോട് ചേർന്നുകൊണ്ടാണ് റാമ്പ് കെട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ പാർട്ടായിട്ട് അതിനോട് ചേർന്നുകൊണ്ട് ബിൽഡിംഗ് ആയിട്ട് തന്നെയാണ് അത് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റേണ്ട അത്യാവശ്യമാണ്. പൊളിച്ചു മാറ്റിയിട്ട് കോർപ്പറേഷൻ നൽകുന്ന നിയതമായ രീതിക്കനുസരിച്ച് മാത്രമേ ഇതെന്ത് ചെയ്യാവൂ, കെട്ടി പൂർത്തിയാക്കാൻ കഴിയാവൂ. നാളെ നമ്മൾ എത്രയൊക്കെ പരാതി കൊടുത്തിട്ടും കോർപ്പറേഷന്റെ ഒത്താശ കൊണ്ട് മാത്രമാണ്. ശരിക്കും പണം തന്നെയാണ് എന്റെ പിന്നിൽ. പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് എന്റെ പെർമിഷൻ വാങ്ങി. ചില കള്ള പെർമിഷനുകൾ കയ്യിലിരിപ്പുണ്ട്. കോർപ്പറേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ, വിവരാവകാശം കൊടുത്ത് ചോദിച്ചാൽ കോർപ്പറേഷൻ മറുപടിയില്ല. കോർപ്പറേഷൻ പറയുന്നതിന്റെ ഫയൽ കാണാനില്ല, ഫയൽ വേറെ എവിടെ ഇരിക്കുന്നു. ഫയലില്ലാതെ എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കുന്നത്? നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും തികച്ചും അന്യായമാണ്. ജനങ്ങളുടെ സഞ്ചാര സൗകര്യത്തെ ഖനിച്ചുകൊണ്ട് അതിന് എതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ നടക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അതിൽ ഏതൊക്കെ നിയമമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിർത്തിവെക്കണമെന്നും പൊളിച്ചു മാറ്റണമെന്നുമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ജനകീയ കൂട്ടായ്മ ഇതിന്റെ ഒരു ഫലം കിട്ടുന്നവരെ, ഇതിന്റെ വിജയത്തിലെത്തുന്നവരെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ ജനകീയ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതിനും ഇങ്ങനെ നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, ഈ കല്ലമ്പള്ളിയിലെ മുഴുവൻ നിവാസികളെയും, അതുപോലെ തന്നെ ഇതിന്റെ പല രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പങ്കാളിത്തമുള്ള വനിതകളുടെ ഒരു സാന്നിധ്യം തന്നെ ഇവിടെയുണ്ട്. അസോസിയേഷന്റെ മാത്രമല്ല, ജനങ്ങളുടെ തന്നെ, ഇത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ ജനങ്ങളുടെ കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന വനിതകൾക്ക് പ്രത്യേകിച്ച് ഈ നാട്ടിലെ എല്ലാവർക്കും, അതുപോലെ കരിമ്പിക്കോണം ഇതിന്റെ അധ്യക്ഷത വഹിച്ച കരിമ്പിക്കോണത്തിന്റെ ഷാർട്ടർ ട്രസ്റ്റ് അംഗം ബിജു, എല്ലാവരെയും ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്താൻ നന്ദി അറിയിക്കുകയാണ്. ഭാവിയിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ചേച്ചി ആദ്യം എടുക്കട്ടെ. ഇവിടെ